അമേരിക്കൻ യുദ്ധവിമാനം തുർക്കിയിൽ തകർന്നു വീണ് പൈലറ്റ് കൊല്ലപ്പെട്ടു. ഇതോടെ F-35, F-16 പോലെയുള്ള അമേരിക്കൻ നിർമ്മിതമായിരിക്കുന്ന യുദ്ധവിമാനവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ശക്തിയെക്കുറിച്ച് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ വലിയ സംശയം ഉണ്ടാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. 200-ലധികം F-16 യുദ്ധവിമാനമാണ് 5ാം തലമുറയിൽപ്പെട്ടത് തുർക്കിയുടെ കൈവശത്തിലുള്ളത്. അതുകൊണ്ട് ഇതിൻ്റെ അപകട ദുരന്ത വിഷയവുമായിട്ട് ബന്ധപ്പെട്ട രീതിയിൽ സമഗ്രമായ അന്വേഷണം നടത്തുമെന്ന് അമേരിക്ക പ്രസ്താവിച്ചു. തുർക്കിയുമായി സംയുക്തമായി ചേർന്നുകൊണ്ടാണ് അത് ചെയ്യുന്നത്. ഊർജ പരിശീലന ഫ്ലൈറ്റ് നടത്തുന്നതിനിടയിലാണ് ഈ ദുരന്തമുണ്ടായത് എന്ന് പറയുന്നു. ഇപ്പോഴത്തെ യുദ്ധസമാന സാഹചര്യങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ട് ഇതിന് ഏതെങ്കിലും പിന്നാമ്പുറം ശക്തികൾ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന കാര്യം സംശയിക്കുകയാണ്. കാര്യം പറയുന്നത് 4 ദിവസം മുമ്പ് ഇറാനിൽ ഹെലികോപ്റ്റർ ദുരന്തത്തിൽ 4 എഞ്ചിനീയർമാരടക്കമുള്ള ആളുകൾ കൊല്ലപ്പെട്ട വിവരം പുറത്തു വന്നിരുന്നു. പൈലറ്റ് അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരാണ് കൊല്ലപ്പെട്ടത് എന്ന വിവരമാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്നത്. അത് കഴിഞ്ഞ് വല്ലാതൊന്നും കഴിയുന്നതിന് മുമ്പ് തുർക്കിയിൽ അമേരിക്കയുടെ യുദ്ധവിമാനം തകർന്നു വീണു, തീപിടിച്ചു. അങ്ങനെ ആൾ കൊല്ലപ്പെട്ടതുമായിരിക്കുന്ന വിവരം പുറത്തു വരുമ്പോൾ എന്തെങ്കിലും ബന്ധങ്ങളുണ്ടോ എന്ന തരത്തിലുള്ള സംശയങ്ങളും ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ്. F-16 യുദ്ധവിമാനത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അങ്ങനെ നോക്കുന്ന സമയത്ത് ഒരിക്കലും ഇത് തകർന്നു വീഴാൻ പാടില്ല എന്നുള്ള റഡാറിൽ പോലും പിടിക്കപ്പെടാൻ പറ്റാത്ത വിധം ലക്ഷ്യം കണ്ടുകൊണ്ട് ആക്രമിക്കാൻ സാധിക്കുന്നതാണ് F-16 യുദ്ധവിമാനം. F-35A, F-35B, F-35C എന്നിവയുടെ വകഭേദങ്ങളാണ് 16 എന്ന് പറയുന്നത്. 15 മുതൽ $70 മില്യൺ വരെയാണ് ഇത് ഒരെണ്ണത്തിൻ്റെ വില കണക്കാക്കുന്നത്. അതിൻ്റെ സാങ്കേതിക സംവിധാനവും കാര്യങ്ങളൊക്കെ കൂടുന്നതിന് അനുസരിച്ച് പണത്തിന് മാറ്റങ്ങളും ഉണ്ടാവും. അമേരിക്കൻ വ്യോമസേന, നാറ്റോ സഖ്യങ്ങൾ, മറ്റ് ഇസ്രായേൽ അടക്കമുള്ള രാഷ്ട്രങ്ങൾ ഉപയോഗിച്ച് വരുന്ന യുദ്ധവിമാനമാണ് F-16 എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു പ്രത്യേകമായിരിക്കുന്ന ഒരു സാഹചര്യങ്ങൾ വെച്ച് നോക്കുന്ന സമയത്ത് അതിൻ്റെ പിന്നാമ്പുറം ഏതെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന് കൃത്യമായ രീതിയിൽ അറിയേണ്ടതുണ്ട്. കാര്യം ഇബ്രാഹിം റൈസി കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിന് ശേഷം നടന്നിരിക്കുന്ന പല ദുരന്തങ്ങളും പല അപകടങ്ങളും പല സംഭവങ്ങളും ഏതെങ്കിലും ഒരു രാജ്യവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് സംസാരിക്കാറുള്ളത് സ്വാഭാവികമാണ്, തെളിവൊന്നും ഇല്ലെങ്കിൽ പോലും. യുദ്ധ സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന സമയത്ത് അപ്രതീക്ഷിതമായിരിക്കുന്ന പല ദുരന്തങ്ങളും പല പ്രശ്നങ്ങളും സ്വാഭാവികപരമായിട്ട് ഉണ്ടാവാറുണ്ട്. തുർക്കിയിലെ ബാലി കേസറിൽ നിന്ന് ഇസ്താംബുളിലെ ഇസ്മിക് എന്ന സ്ഥലത്തേക്ക് പോകുന്നതിനിടയിലാണ് ഈ മേഖലയുള്ള ഹൈവേയിൽ തകർന്നു വീണത് എന്ന റിപ്പോർട്ട് പറയുന്നു. വലിയ രീതിയിൽ തീപിടുത്തമായതുകൊണ്ട് യാത്രാ സംബന്ധമായി ആളുകൾ പോകുന്ന ഏരിയ ആയതുകൊണ്ട് ആളുകൾക്ക് വല്ലാത്ത രീതിയിലുള്ള ഭയമുണ്ടാവുകയും പല ആളുകളും വാഹനം നിർത്തിക്കൊണ്ട് ഓടി രക്ഷപ്പെടുകയും ചെയ്തു എന്നാണ്. വലിയ തീപിടുത്തവും വലിയ ശബ്ദത്തോടു കൂടിയുമാണ് ഈ വിമാനം കത്തിപ്പടർന്നത്. ഈ സംഭവം എന്താണെന്ന് മനസ്സിലാകാൻ തന്നെ ഏകദേശം 1 മണിക്കൂറോളം, അഥവാ മുഴുവൻ ഭാഗങ്ങളും ചെതറിത്തെറിക്കുകയും കത്തിത്തീരുകയും ചെയ്തതിന് ശേഷമാണ് പല ആളുകൾക്കും ഇതെന്താണ് എന്നുള്ള സംഭവം മനസ്സിലായത്. അപ്പോൾ ഇപ്പോൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു പ്രധാനമായിരിക്കുന്ന ചർച്ചകളിലൊന്ന് F-35 5th ജനറേഷനിൽപ്പെട്ട ഏകദേശം 40ഓളം യുദ്ധവിമാനങ്ങൾ സൗദി അറേബ്യക്ക് നൽകാൻ വേണ്ടി അമേരിക്ക തീരുമാനിച്ചിരുന്നു ഏതാനും മാസങ്ങൾക്ക് മുമ്പ്. അത് സംബന്ധമായ രീതിയിൽ കരാർ വ്യവസ്ഥ ഉണ്ടാക്കുകയും പണം നൽകുകയും ചെയ്തിട്ടുണ്ട് എന്നും പറയുന്നു. ഏറെക്കുറെ വിമാനം കൈമാറ്റം ചെയ്യുന്നതിനോടനുബന്ധിച്ച് ഇസ്രായേൽ അമേരിക്കയോട് അവർക്കത് നൽകാൻ പാടില്ല എന്നും തങ്ങൾക്കത് സാരമായിട്ട് ബാധിക്കുമെന്ന അഭിപ്രായം പറഞ്ഞു. സാരമായിട്ട് ബാധിക്കുക എന്ന് പറഞ്ഞാൽ ഈ 40 വിമാനം 38 വിമാനമാണ് പറയുന്നത്. 38 വിമാനം സൗദി അറേബ്യക്ക് നൽകുന്നതോടുകൂടി മിഡിൽ ഈസ്റ്റിൽ ഏറ്റവും കൂടുതൽ F-35 യുദ്ധവിമാനമുള്ള രാജ്യമായി ഓട്ടോമാറ്റിക്കൽ സൗദി അറേബ്യ മാറും. തങ്ങളുടെ കൈവശത്തിൽ നിലവിൽ 35 ഉള്ളൂ, അവരുടെ കൈവശത്തിൽ 38 ഉണ്ടാവും. അങ്ങനെ ആകുന്ന സമയത്ത് സൈനിക ബലവും ശക്തിയും എണ്ണുമ്പോൾ അവർക്ക് മുൻതൂക്കം ഉണ്ടാകുന്നത് മിഡിൽ ഈസ്റ്റിൽ തങ്ങളെ സാരമായിട്ട് ബാധിക്കും എന്നതിനാൽ അവർക്കത് കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. സൗദി അറേബ്യയും അമേരിക്കയും നിലനിൽക്കുന്ന ഈ സൗഹൃദ ബന്ധം മുറിഞ്ഞു പോകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയപ്പോൾ അമേരിക്ക തന്ത്രപൂർവ്വം ചില രീതികൾ സ്വീകരിച്ചു. ആ രീതികൾ എന്ന് പറഞ്ഞാൽ 100% ക്വാളിറ്റിയോടുകൂടി അതിൽ എത്രത്തോളം സാങ്കേതിക സംവിധാനങ്ങളുണ്ടോ അത്രയും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് F-35 ഇസ്രായേലിന് അമേരിക്ക നൽകിയത്. എന്നാൽ സൗദി അറേബ്യക്ക് നൽകുന്ന സമയത്ത് സാങ്കേതിക സംവിധാനത്തിൽ നിന്ന് ചിലത് അവർ ഊരിയെടുക്കുകയോ മാറ്റുകയോ ചെയ്യും. അത്രത്തോളം ശക്തിയോ കാര്യങ്ങളും ഇല്ലാത്ത രീതിയിലാണ് നൽകുക എന്നുള്ളത്.
അപ്പോൾ അതിനൊരു F-35 5ാം തലമുറയിൽപ്പെട്ട യുദ്ധവിമാനം എന്ന് പറയാൻ പറ്റുമോ എന്ന ചോദ്യം ഇവിടെ പ്രസക്തമായിട്ട് ബാക്കി നിൽക്കുന്നു. അങ്ങനെ നൽകുന്നതുകൊണ്ട് ഇസ്രായേലിന് എതിർപ്പില്ല. പക്ഷേ കൃത്യമായിരിക്കുന്ന ലക്ഷ്യം കണ്ടുകൊണ്ട് F-35ൻ്റെ ഒറിജിനാലിറ്റി ചെയ്യുന്ന പോലെ ഈ ഡ്യൂപ്ലിക്കേറ്റ് സംവിധാനം ചെയ്യാൻ വേണ്ടി സാധിക്കുകയില്ല എന്നുള്ളത് നിരാശ ഉണ്ടാക്കിയിരിക്കുന്ന കാര്യവുമാണ്. അങ്ങനെ വരുന്ന സമയത്ത് അത് കൈമാറ്റം ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട റിപ്പോർട്ടുകളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല എങ്ങനെയാണെന്നുള്ളത്. തങ്ങൾക്കത് ആവശ്യമില്ലെന്ന് സൗദി അറേബ്യ പറഞ്ഞതായിരിക്കുന്ന പ്രാദേശിക റിപ്പോർട്ടുമുണ്ട്, ഔദ്യോഗിക റിപ്പോർട്ട് അല്ലെങ്കിൽ പോലും. തങ്ങൾ അതിന് റഷ്യയോ അല്ലെങ്കിൽ ചൈനയോ മറ്റ് രാജ്യങ്ങളെ ആശ്രയിക്കുകയാണ് എന്ന് പറഞ്ഞതായിരിക്കുന്ന റിപ്പോർട്ടുമുണ്ട്. ആയുധ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ എപ്പോഴും സൗദി അറേബ്യ ആശ്രയിക്കുന്ന അമേരിക്കയാണ് എന്നതിനാൽ അവർ തമ്മിലുള്ള ഒരു ഡീലിംഗ് മുറിഞ്ഞു പോവാതെ ഒപ്പിക്കാൻ വേണ്ടി രണ്ട് രാജ്യങ്ങൾ നോക്കുന്നുണ്ട് എന്നാണ് യാഥാർത്ഥ്യം. ഇപ്പോഴത്തെ വിഷയം, ഇപ്പോൾ തുർക്കിയിൽ വെച്ച് F-16 യുദ്ധവിമാനം തകർന്ന് വീണതോടുകൂടി ഇസ്രായേലിനോട് സൗദി അറേബ്യയോട് അമേരിക്ക പറഞ്ഞിരിക്കുന്ന സമാന പ്രവർത്തനം F-16 എന്ന് പറയുന്ന 5ാം തലമുറയിൽപ്പെട്ട യുദ്ധവിമാനത്തിലും അമേരിക്ക ചെയ്തിട്ടുണ്ടോ എന്ന് സംശയിക്കുന്ന രീതിയിലാണ്, അഥവാ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്നുള്ളത്. ഇത് അമേരിക്കയുടെ വിശ്വാസത്തെ തന്നെ തകർക്കുന്ന തരത്തിലാണ്. കാര്യം 300 വരെ എന്ന് പറഞ്ഞ് 200 മുതൽ 300 വരെ F-16 യുദ്ധവിമാനം തുർക്കിയുടെ കൈവശത്തിലുണ്ട്. അത് അമേരിക്ക നൽകിയതുമാണ്. അങ്ങനെ വരുന്ന സമയത്ത് അവർ ഇതിലെ സാങ്കേതിക സംവിധാനത്തിൽ എന്തെങ്കിലും മാറ്റത്തിരുത്തുകൾ വരുത്തിയിട്ടുണ്ടോ എന്നുള്ളത് 200 വിമാനത്തിലും നിന്ന് പരിശോധിക്കേണ്ടിടത്തേക്ക് കാര്യങ്ങൾ എത്തുന്നു. അവിടെയും ഒരു പ്രശ്നം വരുന്നുണ്ട്. ഒറിജിനലുള്ള F-16 ഇങ്ങനെ എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടെങ്കിൽ ഒറിജിനലുള്ള F-16 യുദ്ധവിമാനമാണെങ്കിലും F-35 ആണെങ്കിലും ഒരു രാജ്യത്തിന് ഒരു രാജ്യം നൽകുകയാണെങ്കിൽ അത് മറ്റു രാജ്യത്തിന് വിൽപ്പന നടത്താൻ പാടില്ലെന്നും സാങ്കേതിക സംവിധാനം ചോർത്തുന്ന രീതിയിലുള്ള സംവിധാനം ഉണ്ടാവാൻ പാടില്ലെന്നും കരാർ വ്യവസ്ഥയുണ്ട്. കാര്യം അമേരിക്ക നിർമ്മിക്കുന്ന ഏറ്റവും ശക്തമായിരിക്കുന്ന യുദ്ധവിമാനങ്ങൾ ഏറ്റവും കൂടുതലുള്ളത് ഇസ്രായേലാണ്. ഇസ്രായേൽ ഒരിക്കലും തുർക്കിക്കോ അതല്ലെങ്കിൽ മറ്റേത് രാജ്യങ്ങൾക്കോ നൽകിക്കഴിഞ്ഞാൽ അതിൻ്റെ സാങ്കേതികത ചോർന്നു കഴിഞ്ഞാൽ അത് ഏതെങ്കിലും കാരണത്താൽ ഇറാനിൽ കിട്ടിക്കഴിഞ്ഞാൽ അവരത് പരിഷ്കരിച്ചുകൊണ്ട് F-35 പകരം 65ഓ 75ഓ ഉണ്ടാക്കിയിട്ട് ഇതിനേക്കാണ് ശക്തിയോടും ഇതിനേക്കാണ് പ്രൗഢിയോടും അത് നിർമ്മിച്ച് വിപണിയിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ഇറാനികൾ ബഹുമിടുക്കന്മാരാണ് എന്നുള്ള കാര്യം ഇസ്രായേലിനും അമേരിക്കയ്ക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് തുർക്കിയെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ പ്രയാസത്തിലാണ്. തകർന്നത് അമേരിക്കയുടെ യുദ്ധവിമാനമാണ്, അവരാണെങ്കിൽ വിൽപ്പന നടത്തിയതാണ്. ഇതുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കാൻ അവർ തയ്യാറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ രീതിയിലൂടെയാണ് യഥാർത്ഥത്തിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അഥവാ അമേരിക്കയുടെ കൈവശത്തിൽ 2 തരം ആയുധങ്ങളുണ്ട് എന്നുള്ളതാണ് നമ്മൾക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നത്. ഒന്ന് ഒറിജിനലാണ്, ഒന്ന് ഡ്യൂപ്ലിക്കേറ്റാണ്. ഒറിജിനൽ എല്ലാം ഇസ്രായേലും ഫ്രാൻസ്, ഇറ്റലി പോലെയുള്ള ആ രാജ്യങ്ങൾക്കും ഏറ്റവും അടുത്ത രാജ്യവും സൗഹൃദവും നയതന്ത്രവും ഏറ്റവും സജീവമുള്ള രാജ്യവും 2ാം ലോക യുദ്ധത്തിലൊക്കെ പങ്കെടുത്ത രാജ്യവും അതിലിപ്പോൾ ഇസ്രായേൽ മാത്രമേ ഇല്ലാത്തുള്ളൂ അവർക്ക് നൽകുകയും അവരുമായിട്ട് കരാർ വ്യവസ്ഥ ഉണ്ടാക്കുകയും മറ്റു ലോക രാജ്യങ്ങളെയൊക്കെ ഒറ്റപ്പെടുത്തുകയും അവരെ ഇപ്പോഴും അടിമ വംശവരെ പോലെ കാണുക, നമ്മുടെ താല്പര്യങ്ങളും നിലപാടുകളും അംഗീകരിക്കാത്ത രാജ്യമുണ്ടെങ്കിൽ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ഭരണം അട്ടിമറിക്കുക, തങ്ങൾക്ക് അനുകൂലമായിരിക്കുന്ന ഒരു സംവിധാനം ഒരുക്കുക. അങ്ങനെ ആ രീതിയിലേക്ക് പല രാജ്യങ്ങളെയും ഈ അടുത്ത കാലത്ത് തന്നെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇറാഖ് ആണെങ്കിലും സിറിയ ആണെങ്കിലും ലിബിയ ആണെങ്കിലും സുഡാൻ ആണെങ്കിലും ഈജിപ്ത് ആണെങ്കിലും ഇതൊക്കെ എണ്ണാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ ഇപ്പോൾ മനസ്സിലാക്കുന്ന സമയത്ത് അവരിൽ നിന്ന് ഉണ്ടാകുന്ന വീഴ്ചകൾ, ഇറാൻ മുമ്പേ പറഞ്ഞിരിക്കുന്ന കാര്യമുണ്ട്, ഒരിക്കൽ പോലും അമേരിക്ക വിശ്വസിക്കാൻ പാടില്ല, അവരാണ് കൃത്യമായിരിക്കുന്ന പറയാൻ പറ്റുന്ന ശത്രു എന്ന് പറയുന്ന അവരാണ്, അവരിലൂടെ നാശങ്ങൾ ഉണ്ടാകും. നിങ്ങൾ അവർ തന്നെയാണ്, അതായത് ശത്രുവിനെ തന്നെയാണ് മടിയിൽ പാൽ വെച്ചുകൊണ്ട് വളർത്തുന്നത്. അവരില്ലാതാക്കാൻ വേണ്ടി അവർക്കെതിരെ നിലപാടുകൾ സ്വീകരിക്കണം. നിങ്ങളുടെ രാജ്യത്തുള്ള ഈ യുദ്ധവിമാനവുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ അവരുടെ സൈനിക ബേസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ കൃത്യമായ രീതിയിൽ അന്വേഷണം നടത്തിയിട്ട് അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കണം. അവിടേക്ക് വരുന്ന വിമാനങ്ങൾ, പോകുന്ന വിമാനങ്ങൾ എന്തൊക്കെ വസ്തുക്കളുമായിട്ടാണ് വരുന്നത്, എന്തൊക്കെ ആയിട്ടാണ് പോകുന്നത് എന്നതിനെക്കുറിച്ച് കൃത്യമായിരിക്കുന്ന വിവരം ശേഖരിക്കണമെന്ന് കൊല്ലപ്പെട്ട ഇറാൻ്റെ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ജിദ്ദ ഉച്ചകോടിയിൽ വെച്ച് വളരെ കൃത്യമായ രീതിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു തുടർ ചലനങ്ങൾ പിന്നീട് അതിന് ശേഷം പല രീതിയിലും പല രൂപത്തിലും ഉണ്ടായിട്ടുണ്ട്. ഖത്തറിനെ ഇസ്രായേൽ ആക്രമിച്ചൊക്കെ അതിൻ്റെ തുടർച്ചയാണ് എന്ന് പോലും നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ഏതായിരുന്നാലും അമേരിക്ക വിൽപ്പന നടത്തുന്ന ആയുധങ്ങളിൽ ഇപ്പോൾ മറ്റു ലോക രാജ്യങ്ങൾക്ക് സംശയമുണ്ട് എന്നുള്ള തരത്തിലാണ് F-16 ഈ ദുരന്തം ലോകത്തെ പഠിപ്പിച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.